എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു 5 മിനിറ്റ് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ മുട്ടയൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഗ്ലാസ്സിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇന്നത്തെ വീഡിയോ കാണാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സാധാരണ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. ഇനി ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ആ ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ അതും കൂടെ ചേർക്കുകയാണേ. ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒരു കുറച്ചെടുത്തിട്ട് ഉരുക്കിയിട്ട് ആ ചൂട് മാറിയിട്ട് അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാല് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ ചേർക്കുമ്പോൾ ഒന്ന് നോക്കുക, ചിലപ്പോൾ വ്യത്യാസം വരും. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഗോതമ്പ് പൊടി ഏതാണെങ്കിലും അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ലാസ്റ്റ് വരുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലൊന്ന് വെച്ചിട്ട് ആ രീതിയിൽ ആക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എളുപ്പമാണ്. 5 മിനിറ്റ് മതി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ ഒരു ബാറ്റർ. ഇനി ഇത് ഒഴിക്കാനുള്ള സ്റ്റീൽ ഗ്ലാസ് 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ സൈഡിലൊക്കെ ഒന്ന് നമുക്ക് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് തടവരുത്, കേക്ക് മുരിഞ്ഞൊക്കെ പോവും. ചെറുതായിട്ട് മാത്രം. എന്നിട്ട് അടിയിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ ഓയിൽ തടവിയിട്ട് ലേശം ഗോതമ്പ് പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് തൂക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലൊന്നും തട്ടി തട്ടി ആക്കി കൊടുത്തിട്ട് എക്സസ് ആയിട്ട് പൊടി വരുന്നുണ്ടെങ്കിൽ അത് കളയുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലും ഈ കേക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ബട്ടർ പേപ്പർ 3 ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് 3 ഗ്ലാസ്സിലേക്കും മാവിനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 3 എണ്ണത്തിൽ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ്. പിന്നെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പപ്പടക്കോലായാലും മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് വെച്ചിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് എയർ ബബിൾസ് പോയി കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണേ. ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയ തട്ടടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ ഗ്ലാസ്സുകൾ വെക്കുന്നത്. അപ്പോൾ കുക്കറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുക്കർ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് വേണ്ട, അതുപോലെ വാഷറും വേണ്ട. എന്നിട്ട് ഈ ഒരു സെയിം മെത്തേഡിൽ അടിയിലൊരു റിങ് പോലെ എന്തെങ്കിലും വെക്കുക. ഉള്ളിൽ കുക്കറിൻ്റെ ഉള്ളിൽ പാകാവുന്ന ഒരു പ്ലേറ്റും വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് കുക്കർ മൂടിയിട്ട് ഈ സെയിം രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മൂടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അടഞ്ഞിരിക്കുന്ന മൂടി വേണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ, എന്നാലേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊരു 25 മിനിറ്റ് 30 മിനിറ്റോളം എടുത്തു കേട്ടോ എനിക്ക് വേവാനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ വരും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തുറന്നോ നോക്കിക്കോളൂ. എന്നിട്ട് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരെണ്ണത്തിൽ മാവ് കുറവായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റ് കുറവായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. കേക്ക് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, എല്ലാം ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും താഴെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു.